ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു വെൽക്കം ബാക്ക്. കട്ട് പീസ് ക്ലോത്ത് ഉപയോഗിച്ച് വളരെ സിമ്പിളായി എങ്ങനെ ഒരു പാർട്ടി വെയർ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്കും വളരെ ഈസിയായി തന്നെ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ 3 to 4 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 to 4 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 22 ആണ്. ഈ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം ലൈനിങ് ക്ലോത്ത് 4ആയി മടക്കി വെച്ചതിന് ശേഷം തുണികൾ പരസ്പരം തെന്നിപ്പോവാതിരിക്കാൻ പിന്നുകൊണ്ട് സെക്യൂർ ചെയ്യാം. ഇനി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 4.75 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.25 ആണ് എടുത്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്ന് താഴോട്ട് 4.7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ അതേ മെഷർമെൻറ്റ്സ് തന്നെയാണ് ആം ഹോളിനും എടുക്കേണ്ടത്. അടുത്തത് ചെസ്റ്റാണ്. ആം ഹോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് 6.75 ഇഞ്ച് മാർക്ക് ചെയ്യാം. $9.5 ഇഞ്ച് ബോഡി മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് 6.25 ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്തെടുക്കാം. ഇനി വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്തും കർവ് ഷേപ്പിൽ 1 ഇഞ്ച് അളവിൽ വരച്ചു കൊടുക്കാം. അടുത്തത് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നെക്ക് ജോയിൻ ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ചരിച്ച് ഷോൾഡർ വരച്ചു കൊടുക്കാം. ഇപ്പോൾ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ഈ പറഞ്ഞ മെഷർമെൻറ്റ്സിൽ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തതെടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്തതെടുത്താലും മതി. ഇനി ഈ മാർക്കിങ്ങിന് മുകളിലൂടെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ തുണിയുടെ സെൻറ്റർ പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കാം.
യോക്ക് പോർഷൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്യാം. ഇത് ബാക്ക് നെക്കാണ്. ഇതിൻ്റെ ഒരു വശം നേരത്തെ മാർക്ക് ചെയ്തതാണ്. അതേ അളവിൽ നെക്കിൻ്റെ അടുത്ത വശവും മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചുമാണ്. അതിനുശേഷം നെക്ക് യു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഇനി ഈ അളവിൽ യു ഷേപ്പിൽ നെക്ക് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ നല്ല വശവും അതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ഒരുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് പീസ് കൊണ്ടാണ്. അതുകൊണ്ട് മെയിൻ ഫാബ്രിക്കും സാറ്റിൻ ക്ലോത്തും മാത്രമാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ സാധാരണയായി ചെയ്യുന്നത് പോലെ തന്നെ മെയിൻ ഫാബ്രിക്കും സാറ്റിൻ ലൈനിങ്ങും പിന്നെ കോട്ടൺ ലൈനിങ്ങും കൂടി വെക്കണം കേട്ടോ. മെയിൻ ഫാബ്രിക്കും സാറ്റിൻ ഫാബ്രിക്കും എടുത്ത അതേ അളവിൽ തന്നെയാണ് നമ്മൾ കോട്ടൺ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊരു സിംഗിൾ ഷെയ്ഡിലെ ഒരു ഫ്രോക്ക് ആയതുകൊണ്ട് ഫ്രോക്കിന് കുറച്ചുകൂടി എലഗൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി ബാക്ക് നെക്കിൽ ഞാൻ കീ ഹോൾ ഡിസൈൻ കൂടി ചെയ്യുന്നുണ്ട്. തുണിയിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തത് ക്യാമറയിൽ വ്യക്തമാവാത്തത് കൊണ്ടാണ് ബാക്ക് നെക്കിൽ കീ ഹോൾ ഡിസൈൻ കൊടുക്കുന്ന വീഡിയോ ഞാൻ പേപ്പർ കട്ടിങ്ങിലൂടെ കാണിക്കുന്നത്. ഇതാണ് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ. ഇവിടെ നിന്ന് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 1 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മാർക്കിങ്ങിൻ്റെ അടുത്ത വശവും 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പ് അവിടെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സർക്കിളാണ് വരച്ചിട്ടുള്ളത്. ഇതിന് പകരമായി നിങ്ങൾക്ക് ട്രയാങ്കിൾ, ഓവൽ, റെയിൻ ഡ്രോപ്പ്, ഹാർട്ട് ഷേപ്പൊക്കെ വരയ്ക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് സ്ലീവ്ലെസ് ഡ്രസ്സാണ് കുറച്ചുകൂടി ഭംഗി. അതുകൊണ്ട് ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നില്ല. തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം സ്ലീവ്സും അതുപോലെ തന്നെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട രീതി ഞാൻ പെന്നുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം.
ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി തുണി തിരിച്ചെടുത്തതിന് ശേഷം ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും 1/2 ഇഞ്ച് താഴ്ത്തി ഒരു സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കാം. ഇനി തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡറും അതുപോലെ ആം ഹോൾ മുതൽ ഹിപ്പ് വരെ, അതായത് നമ്മുടെ ബോഡിയുടെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ട് പോർഷൻ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനായി ഞാനിവിടെ 2 പീസ് തുണി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് സ്കേർട്ട് പോർഷന് ലെങ്ത്ത് 17 ഇഞ്ചും വിഡ്ത്ത് 23 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് പീസ് ആയതുകൊണ്ടാണ് ഞാൻ 23 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 23 ഇഞ്ച് മുതൽ 30 ഇഞ്ച് വരെയൊക്കെ സ്കേർട്ടിന് വിഡ്ത്ത് എടുക്കാവുന്നതാണ്. കാരണം ഫ്ലെയർ കൂടുന്നതനുസരിച്ച് ഡ്രസ്സിൻ്റെ ഭംഗിയും കൂടുന്നതാണ് കേട്ടോ. മെയിൻ ഫാബ്രിക് എടുത്ത അതേ അളവിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം. ആദ്യം ലൈനിങ്ങിൻ്റെ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തി ലൂസായിട്ടൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. അപ്പോൾ അതിനായി നമ്മൾ നേരത്തെ ലൂസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഭാഗത്ത് നിന്ന് ഒരു നൂലിനെ പിടിച്ചതിന് ശേഷം തുണി ഇതുപോലെ മെല്ലെ നീക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. സ്കേർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും പാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ ലൈനിങ്ങിൽ കാണിച്ചതുപോലെ തന്നെ ലൂസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. മെയിൻ ഫാബ്രിക്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്കേർട്ടിൻ്റെ ലൈനിങ്ങും നെറ്റ് ഫാബ്രിക്കും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം 2 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ സ്കേർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. യോക്കും സ്കേർട്ടും അറ്റാച്ച് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം തുണിയുടെ റോങ് സൈഡിലായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടോ അല്ലെങ്കിൽ സൈഡിലായിട്ടോ ഇതുപോലൊരു ബട്ടർഫ്ലൈ ബോ കൂടി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പുറകിലൊരു ഹൂക്ക് കൂടി വെച്ച് കൊടുക്കാം.
ഫ്രോക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.